എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുളിക്കലാണ്. ഇന്ന് ആവി പറക്കുന്ന ദമ്മ് പൊട്ടിക്കാറായ ബിരിയാണി ചെമ്പിൻ്റെ മുമ്പിലാണ്. പുതുക്കോട് എം സി പാലസിൻ്റെ അടുക്കളയിലാണ് കേട്ടോ. പുതുക്കോട് എം സി പാലസ് എന്ന് പറഞ്ഞ് ഏതാണ്ട് മിക്കവാറും ദിവസങ്ങളിലൊക്കെ വലിയ വലിയ പരിപാടികൾ നടക്കുന്ന വലിയ പുതുക്കോടിലെ മണ്ഡപമാണ്. നമ്മുടെ പനങ്ങാട് ഉസ്മാൻ്റെ മകൻ്റെ കല്യാണമാണ്. അതുമായി ബന്ധപ്പെട്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് നമ്മുടെ പുതുക്കോട് പഞ്ചായത്തിലെ മെമ്പർ കൂടിയായ ശ്രീ റഫീഖ്, അദ്ദേഹം ഈ പ്രദേശത്തെ മികച്ച കാറ്ററിംഗ് സർവീസുകാരുടെ ഉടമയാണ്. മോഡേൺ കാറ്ററിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അവരുടെ ഒരു ബിരിയാണിയും അതിൻ്റെ ഒരു ദമ്മ് പൊട്ടിക്കുന്ന സമയത്താണ് അവിടെ എത്തിപ്പെട്ടത്. പറയാതെ വയ്യ, പുതുക്കോട്ടുകാരുടെ ഒരു ബിരിയാണി പാരമ്പര്യം, അത് രുചിമുണ്ടതിൽ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അസാധ്യ ടേസ്റ്റാണ്. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, അത് മിക്സറാണെങ്കിലും അതല്ലെങ്കിൽ തലശ്ശേരി ടൈപ്പാണെങ്കിലും എല്ലാ തരം ബിരിയാണികളും ഇവിടെയുള്ള ആളുകൾക്ക് സുപരിചിതമാണ്. വെക്കാനുള്ള ഒരു അറിവും അതിൻ്റെ രീതികളും. ഈ എന്താ പറയുക, പുതുക്കോട് തെരുവിനോട് ബന്ധപ്പെടുത്തി നിരവധിയായ ആളുകൾ ഇത്തരം ഈ മേഖലയിൽ സജീവമായി വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ കഴിഞ്ഞ 10-28 വർഷമായി സജീവമായി നിലകൊള്ളുന്ന ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ പഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പർ കൂടിയായ ശ്രീ റഫീഖ്. അദ്ദേഹം ഈ മേഖലയിൽ പഴയ ആളാണ്. ഞങ്ങളുടെ ഒരു സൗഹൃദ സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത്, മെമ്പർ എന്നറിയപ്പെടുന്നത് ഞാൻ ഇപ്പോഴാണ്, പക്ഷേ അതിന് മുൻപൊക്കെ ഇങ്ങനെ ഒരു നല്ല ചോറ് വെപ്പുകാരൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ ഒരു കൈപുണ്യവും അദ്ദേഹത്തെ ഈ ഭക്ഷണം വയ്ക്കുന്ന പാരമ്പര്യമൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ മെമ്പറാവാൻ കൂടി സഹായിച്ചെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഗംഭീര ഫുഡായിരുന്നു, പറയാതെ വയ്യ. ഇനിയും ഇത്തരം ഒരു ഫുഡ് നിങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നതിന് ഉറപ്പായിട്ടും നമുക്ക് വിളിക്കാം റഫീഖണ്ണൻ്റെ നമ്പർ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. റഫീഖണ്ണൻ്റെ ചിക്കനും അതുപോലെ ബിരിയാണിയും എല്ലാം സൂപ്പറാണെന്ന് പറയാതെ വയ്യ. കഴിച്ച അനുഭവ സാക്ഷ്യമാണ്. ഇത്തരം വീഡിയോകൾ ഇനിയും കണ്ണമ്പ്ര വാർത്തയിൽ തുടരും. താല്പര്യമുണ്ടെങ്കിൽ കണ്ണമ്പ്ര വാർത്തയിൽ തുടരുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.